സ്ത്രീയുടെ പ്രത്യുൽപാദന വ്യവസ്ഥയിലെ പ്രധാന പ്രക്രിയയാണ് ആർത്തവം. ഒരു പ്രത്യേക കാലഘട്ടം അഥവാ ഋതുവിൽ സംഭവിക്കുന്നതുകൊണ്ട് ആർത്തവം എന്ന് പേര് പറയുന്നു. മാസത്തിൽ ഒരിക്കൽ ഉണ്ടാകുന്നത് കൊണ്ട് മെൻസസ് എന്ന് പറയുന്നു. പീരീഡ് എന്നതിന് പറയുന്നത് ഒരു സെഗ്മെൻറ്റ് ഓഫ് ടൈം എന്ന് പറയും. റെക്കറൻറ്റ് സൈക്കിളിലായിട്ട് വരുന്നത് കൊണ്ട്, ഒരു പ്രത്യേക സമയത്ത് വരുന്നത് കൊണ്ടും ഈ പേരുകൾ കിട്ടി. പേരുകൾ എന്തു തന്നെ ആയാലും പ്രത്യുൽപാദനക്ഷമതയുടെ പ്രത്യക്ഷ ലക്ഷണമാണ് കൃത്യമായ ആർത്തവം എന്ന് പറയാം. ഒരു തരം രാസമാറ്റങ്ങൾ ദിനം പ്രതി നടക്കുന്ന ഒന്നാണ് പെണ്ണുടൽ എന്ന് പറയാം. ഈ ആർത്തവം എന്ന് പറയുന്നതും ഹോർമോണുകളുടെ കളിയാണ്. ശരീരത്തിലെ ആരോഗ്യത്വം, ഊർജം, മാനസികാവസ്ഥ, ഉപാപചയ പ്രവർത്തനങ്ങൾ ഇവയൊക്കെ ഉത്തേജിപ്പിക്കുന്ന സന്ദേശവാഹകരായ രാസവസ്തുക്കളാണ് ഹോർമോണുകൾ. ഇവ രക്തത്തിൽ കൂടി സഞ്ചരിച്ച് കോശങ്ങളിലെത്തി DNA-യിൽ പ്രവർത്തിക്കുന്നു. ഗർഭാശയവും അണ്ഡാശയവും ഒക്കെ ആർത്തവത്തിന് ഉത്തരവാദികളാണെന്ന് പറഞ്ഞാലും അവർ വിചാരിച്ചാൽ ആർത്തവം ഉണ്ടാകുന്നതേയില്ല. വളരെ ദൂരെ ഇരുന്നു കൊണ്ട് തലച്ചോറാണ് ഈ ഗർഭാശയത്തെ നിയന്ത്രിക്കുന്നത്. ഒരു ആർത്തവ ചക്രത്തിൽ 3 ഫേസുകളുണ്ട്. പ്രോളിഫറേറ്റീവ് ഫേസ് എന്ന് പറയുന്നതാണ് ആദ്യത്തേത്. ഇത് ഏറ്റവും നീണ്ടു നിൽക്കുന്നു. 14 ദിവസം മുതൽ 21 ദിവസം വരെ നീണ്ടു നിൽക്കുന്ന ഒരു ഫേസാണ്. ഈ പ്രോളിഫറേറ്റീവ് ഫേസ് നീണ്ടു നിൽക്കുന്നു എന്ന് പറയുമ്പോൾ ആർത്തവം നീണ്ടു പോകും എന്നുള്ളത് കൊണ്ട്, അല്ലാതെ മറ്റ് ക്രമക്കേടുകളൊന്നുമല്ലത്. മെൻസസ് ആകുന്ന ദിവസത്തിനെ 1-ാം ദിവസം എന്ന് കണക്കാക്കുമ്പോഴാണ് ഈ 14, 21 എന്നൊക്കെയുള്ള കണക്കുകൾ വരുന്നത്. അപ്പോൾ തലച്ചോറിനുള്ളിലെ ഹൈപ്പോതലാമസ് എന്ന് പറയുന്ന ഗ്രന്ഥി ഉണ്ടാക്കുന്ന ഗൊണാഡോട്രോഫിൻ റിലീസിങ് ഹോർമോൺ എന്നുള്ളത് ആ തലച്ചോറിനുള്ളിൽ തന്നെ കാണുന്ന പിറ്റ്യൂട്ടറി എന്ന് പറയുന്ന പ്രധാന ഗ്രന്ഥിയോട് റിപ്പോർട്ട് ചെയ്യുകയും അവിടെ നിന്ന് FSH, LH എന്നീ 2 ഹോർമോണുകൾ ഉണ്ടായി അവ അണ്ഡാശയങ്ങളിൽ ഇടവിട്ടെത്തിയാണ് ആർത്തവം പൂർത്തീകരിക്കുന്നത്. ആദ്യത്തെ ഈ 14 ദിവസത്തിൽ പ്രവർത്തിക്കുന്ന FSH എന്ന് പറയുന്ന ഹോർമോൺ ഫോളിക്കുലാർ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ എന്ന് പറയും. ഇത് അണ്ഡാശയത്തിലെത്തുകയും ഫോളിക്കിളിൻ്റെ വളർച്ചയെ ഉത്തേജിപ്പിക്കുകയും ചെയ്യുന്നു. ഫോളിക്കിൾ എന്ന് പറഞ്ഞാൽ ഫ്ലൂയിഡ് നിറഞ്ഞ ഒരു തരം സഞ്ചി പോലെയാണ്. ഇതിനകത്താണ് ഊസൈറ്റ് അഥവാ എഗ്ഗ് വളരുന്നത്. ഒരു പെൺഭ്രൂണത്തിൽ 6 ദശലക്ഷത്തോളം എഗ്ഗുകളുണ്ട്. അവൾ ജനിച്ചു കഴിയുമ്പോൾ തന്നെ അത് 1 ദശലക്ഷമായി കുറയുന്നു. പുബർട്ടി അഥവാ പ്രായപൂർത്തിയാവുമ്പോൾ ഇത് 3 ലക്ഷം മുതൽ 4 ലക്ഷം വരെയായി കുറയുന്നുണ്ട്. ഫോളിക്കിളിനുള്ളിലാണ് ഊസൈറ്റ് അഥവാ എഗ്ഗ് വളർന്ന് പക്വത പ്രാപിക്കുന്നത്. ഈ ഒരു കോഴിമുട്ടയുമായി നമ്മൾ സാമ്യപ്പെടുത്തി നോക്കിയാൽ അതിലെ വെള്ളക്കരുവിനെ ഫോളിക്കിളായും മഞ്ഞക്കരുവിനെ എഗ്ഗായിട്ടും കണക്കാക്കാം. അപ്പോൾ ഇതേ സമയത്ത് തന്നെ പല ഫോളിക്കിളുകൾ യൂട്രസിനകത്തുണ്ടാകും. 6 മുതൽ 12 വരെയൊക്കെയാണ് നോർമൽ. ഇതിൻ്റെ എണ്ണം കൂടുന്നതും കുറയുന്നതും ആർത്തവത്തെയും അണ്ഡോൽപാദനത്തെയും ബാധിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ഒരു ഫോളിക്കിളാണ് നന്നായി വളർച്ച പ്രാപിക്കുന്നതിനെ ഡോമിനൻ്റ് ഫോളിക്കിൾ എന്ന് പറയും. ഈ ഡോമിനൻ്റ് ഫോളിക്കിളും യൂട്രസിനുള്ള മറ്റ് ഫോളിക്കിളും കൊണ്ട് ഈസ്ട്രജൻ എന്ന സ്ത്രൈണ ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നു. ഈസ്ട്രജൻ എൻഡോമെട്രിയത്തിൻ്റെ തിക്നെസ്സിനെ വർദ്ധിപ്പിക്കുകയും ഗർഭാശയ മുഖം അഥവാ സെർവിക്സിൻ്റെ സ്രാവത്തെ നേർത്തതാക്കുകയും അവിടുത്തെ പ്രോട്ടീൻ കണ്ടൻറ്റ് കൂട്ടുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ അവിടെ ചെയ്യുന്നത് പുരുഷ ബീജത്തെ വരവേൽക്കാനുള്ള ചില ഒരുക്കങ്ങളുമാണ്. ഈസ്ട്രജൻ ഒരു 10-12 ദിവസമൊക്കെ കഴിയുമ്പോഴത്തേക്ക് ബ്രെയിനിലേക്കൊരു നെഗറ്റീവ് ഫീഡ്ബാക്ക് കൊടുക്കുകയും FSH എന്ന് പറയുന്ന ഹോർമോണിൻ്റെ ലെവൽ താണിട്ട് ലൂട്ടിനൈസിങ് ഹോർമോൺ എന്ന് പറയുന്ന LH ഹോർമോൺ പ്രവർത്തിച്ചു തുടങ്ങുന്നു. ഒരു 14-ാമത്തെ ദിവസമൊക്കെ LH ഹോർമോണിൻ്റെ അളവ് വല്ലാതെ കൂടുകയും ഫോളിക്കിൾ നല്ലതായിട്ട് മച്ചുറായി നിൽക്കുന്ന ഫോളിക്കിളിൻ്റെ ഉള്ളിലെ പ്രഷർ വർദ്ധിക്കുകയും ഫോളിക്കിൾ പൊട്ടുകയും അണ്ഡം പുറത്തു വരികയും ചെയ്യുന്നു. ആ പുറത്തു വരുന്ന അണ്ഡത്തിനെ ഉടനെ തന്നെ ഫലോപ്പിയൻ ട്യൂബിൻ്റെ ഫിംബ്രിയ പിടിച്ചു കൊണ്ടുപോയി ആമ്പുലയിലെത്തിക്കുന്നു. അവിടെ 24 മുതൽ 48 മണിക്കൂർ വരെ ഈ അണ്ഡം ജീവിച്ചിരിക്കുകയുള്ളൂ. അത് കഴിഞ്ഞത് മരിച്ചു പോകും. അതിനുള്ളിൽ പുരുഷ ബീജവുമായി സമ്പർക്കമുണ്ടാകുമ്പോഴാണ് അത് ഭ്രൂണമായി മാറുന്നു, എംബ്രിയോ ആയിട്ട് വളരുന്നതുമൊക്കെ. അപ്പോൾ അവിടെ പ്രോളിഫറേറ്റീവ് ഫേസ് ഏതാണ്ട് തീരുകയാണ്. അത് കഴിഞ്ഞിട്ട് ലൂട്ടിനൈസിങ് ഹോർമോൺ വീണ്ടും പ്രവർത്തിക്കുകയും ഈ ഫോളിക്കിളിൻ്റെ പൊട്ടിയ ഫോളിക്കിള് കോർപ്പസ് ലൂട്ടിയം എന്ന ഒരു ഘടനയായി മാറുകയും അതിൽ നിന്നും പ്രൊജസ്ട്രോൺ എന്ന ഹോർമോൺ ഉണ്ടാകുന്നു. അല്ലാതെയും പ്രൊജസ്ട്രോൺ ഉണ്ടാകുന്നവിടെ പ്രൊജസ്ട്രോൺ ഒരു സഹായിയാണ് എന്ന് വേണമെങ്കിൽ പറയാം. എൻഡോമെട്രിയത്തിൻ്റെ തിക്നെസ് കൂട്ടി ആ എംബ്രിയോയെ സ്വീകരിക്കാനൊക്കെ ഒരുക്കി വെക്കുന്നത് പ്രൊജസ്ട്രോണാണ്.
കുറച്ച് പ്രവർത്തനങ്ങൾ ഇങ്ങനെ നടന്നു കഴിയുമ്പോൾ സെർവിക്സിൻ്റെ സ്രാവങ്ങളുടെ കട്ടി കൂട്ടുകയും അവിടുത്തെ അണുബാധയൊക്കെ തടയാനും ഈ പ്രൊജസ്ട്രോൺ ശ്രമിക്കുന്നുണ്ട്. പ്രൊജസ്ട്രോൺ ഒരു നെഗറ്റീവ് ഫീഡ്ബാക്ക് പെട്ടെന്ന് ബ്രെയിനിൽ കൊടുക്കുന്നു. ഉടനെ തന്നെ ബ്രെയിൻ ലൂട്ടിനൈസിങ് ഹോർമോണിൻ്റെ അളവ് കുറയ്ക്കുന്നു, ഈസ്ട്രജൻ കുറയുന്നു, പ്രൊജസ്ട്രോൺ കുറയുന്നു, അങ്ങനെ മെൻസ്ട്രുവൽ ഫേസ് ആരംഭിക്കുന്നു. ഏതാണ്ട് 7 ദിവസം വരെയൊക്കെയാണ് നോർമലായി ഒരു മെൻസസ് അതിൻ്റെ ബ്ലീഡിങ് ഉണ്ടാകേണ്ടത്. കുറച്ച് ബ്ലഡും എൻഡോമെട്രിയവും കുറച്ച് കെമിക്കൽ മോളിക്യൂൾസും വെജൈനൽ സെക്രീഷൻസും എല്ലാം കൂടിയതാണ് മെൻസസ് എന്ന് പറയാം. നോക്കൂ, ഓരോ ദിവസവും ഹോർമോണിൻ്റെ ചേഞ്ചുകൾ ഉണ്ടാകുന്ന ഒന്നാണ് സ്ത്രീ ശരീരം എന്നുള്ളതാണ്. വളരെ സങ്കീർണമായ ഒരു പ്രവർത്തനമാണ് ആർത്തവം എന്ന് പറയുന്നത്. എന്നാൽ വളരെ ഒരു താളമുള്ള റിതമുള്ള ഒരു പ്രവർത്തനവുമാണ്. ഈ പ്രക്രിയ മനുഷ്യവംശത്തിൻ്റെ നിലനിൽപ്പിനുള്ളതാണ്. ഇതൊരിക്കലും ഒരു ശുദ്ധീകരണ പ്രക്രിയയല്ല, ഇതിലൊരു അശുദ്ധിയും ഇല്ല. മെൻസ്ട്രുവേഷൻ ഈസ് നോട്ട് ഡിസൈൻഡ് ഫോർ ഡീറ്റോക്സിഫിക്കേഷൻ, ഇറ്റ് ഈസ് എ ബൈ പ്രോഡക്റ്റ് ഓഫ് പ്രിപ്പിംഗ് ഫോർ പ്രഗ്നൻസി എന്ന് പറയുമ്പോൾ ഗർഭധാനത്തിന് പോകുമ്പോഴുണ്ടാകുന്ന ഒരു ഉൽപ്പന്നം മാത്രമാണ് ആർത്തവം എന്ന് പറയുന്നത്. ഇതൊരു ശുദ്ധീകരണ പ്രക്രിയയല്ല. അപ്പോൾ പിന്നെ അശുദ്ധി എന്ന സങ്കല്പം, അശുദ്ധിയും ഇതിനെക്കുറിച്ച് ഒരുപാട് സങ്കല്പങ്ങളും മിത്തുകളും ഒക്കെ പുരാതന കാലം മുതലേ ഉണ്ട്. പണ്ട് കാലത്ത് നമുക്കറിയാം, കൂട്ടുകുടുംബമാണ്, അവിടെ സ്ത്രീകൾക്ക് ഒരുപാട് ജോലിയുണ്ട്. മിക്സിയായും ഗ്രൈൻഡറായും വാഷിംഗ് മെഷീനൊക്കെ ആയും സ്ത്രീകൾ തന്നെ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരു കാലത്ത് ഈ 4 ദിവസങ്ങളെങ്കിലും അവൾക്ക് പൂർണ്ണ വിശ്രമം കിട്ടട്ടെ എന്ന് ഏതോ ബുദ്ധിമാന്മാരായ പൂർവികർ ചിന്തിച്ചെന്നായിരിക്കണം അങ്ങനെ മാറിയിരിക്കൽ എന്നുള്ള ഒരു രീതി വന്നത്. അതുപോലെ തന്നെ ഈ ആർത്തവ രക്തം ലീക്ക് ചെയ്ത് വസ്ത്രങ്ങളിലൊക്കെ പുരളുന്നതിനൊക്കെ മുമ്പേ തന്നെ അതിനുള്ള മാർഗങ്ങളൊന്നും അന്നില്ലായിരുന്നു. കൂമ്പാള ഉടുത്തിട്ടുണ്ട് എന്ന് എൻ്റെ അമ്മൂമ്മ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പം അങ്ങനെ വരുമ്പോൾ അത്തരം കാര്യങ്ങളെയും കൂടി ഒഴിവാക്കാൻ ആണ് ഈ പുറത്തേക്കൊന്നും പോകരുത് എന്ന് പറഞ്ഞിരുന്നത്. പിന്നീടാണ് കേരളത്തിൽ 1.5 ഉടുക്കുക എന്നൊക്കെയുള്ള സമ്പ്രദായം വന്നു. 1880കളിലും 1920കളും ഒക്കെ ആയപ്പോഴാണ് ഇപ്പോഴത്തെ ഒരു രീതിയിലുള്ള ഈ സാനിറ്ററി പാഡുകളുടെയൊക്കെ ഉപയോഗം വന്നത്. അപ്പം ഏതായാലും ഇത് ഒരു ശുദ്ധീകരണ പ്രക്രിയയല്ല. ലോകത്തിൽ ആർക്കും അത് ആർത്തവം അശുദ്ധിയാണെന്ന് അവകാശപ്പെടാനും പറ്റില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഒരു സ്ത്രീയുടെ ശാരീരിക, മാനസിക, വൈകാരിക, സാമൂഹിക ആരോഗ്യത്തെ ഗണ്യമായി സ്വാധീനിക്കുന്ന ഒന്നാണ് ആർത്തവം. അതിനെക്കുറിച്ച് അടുത്ത് പറയാം.